മേപ്പാടിയിലേക്കൊന്ന് പോകാം. അവിടെ നിന്നും അരുൺ അമർനാഥ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. അരുൺ, അല്പസമയം മുമ്പ് അരുൺ പറഞ്ഞതാണ്, നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് മേപ്പാടിയിൽ എമ്പാടുമുള്ളത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്, നടപടികളൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നു, പറയൂ. പൂജ, കഴിഞ്ഞ മണിക്കൂറിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ തന്നെ നിലമ്പൂരിൽ നിന്നുള്ള 20 മൃതദേഹങ്ങളാണ് ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്നത്. അത് ഇപ്പോൾ പരിശോധിച്ച് തിരിച്ചറിയാനായി ആളുകൾ, ബന്ധുക്കളൊക്കെ എത്തിയിരിക്കുകയാണ്. ഒരു മൃതദേഹം മാത്രമാണ് തിരിച്ചറിഞ്ഞതെന്നാണ് നേരത്തെ സബ് കളക്ടർ നമ്മളോട് പറഞ്ഞത്. നേരത്തെ ആദ്യം ലഭിച്ച 57 മൃതദേഹങ്ങളിൽ ചാലിയാർ പുഴയുടെ വിവിധ തീരങ്ങളായി ലഭിച്ച മൃതദേഹങ്ങളിൽ 4 മൃതദേഹം മാത്രമേ തിരിച്ചറിഞ്ഞിട്ട് ഉണ്ടായിരുന്നുള്ളൂ. അത്രയ്ക്ക് ദാരുണമായ ഒരു സംഭവമാണ്. പല ശരീരഭാഗങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിൽ ഇപ്പോഴും ഈ ആളുകളൊക്കെ കാത്തിരിക്കുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പലരും ഇവരുടെ പേര് വിളിക്കുമ്പോൾ അവരാവരുതേ എന്നുള്ളതാണ് അവരുടെ പ്രതീക്ഷ. ഇവരുടെ എവിടെയെങ്കിലും ജീവനോടെ ഉണ്ടാകും എന്നൊക്കെയാണ് അവരുടെ ശുഭാപ്തി വിശ്വാസം എന്നുള്ളതാണ്. അത്തരത്തിൽ വേദനിപ്പിക്കുന്ന കാഴ്ചകൾ തന്നെയാണ്. എവിടുന്നാണ് വരുന്നത്? ഇവരെ ഈ തിരിച്ചറിയലിനായിട്ട് എത്തിയതാണോ? എങ്ങനെ സാറേ? ഇങ്ങനെ ഈ തിരിച്ചറിയലിനായിട്ട് നിലമ്പൂരിൽ നിന്ന് അതിന് വന്നതാണ്. തിരിച്ചറിയാൻ ഞങ്ങളൊരു ബോഡി കിട്ടാറുണ്ട്. ഞങ്ങൾ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്. രാവിലെ മുതൽ വെയിറ്റ് ചെയ്യാണ്. ഇതുവരെ എത്തിയിട്ടില്ല. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഞങ്ങൾ ഇത്രയും പേര് അതിന് വേണ്ടി വെയിറ്റ് ചെയ്യും. ഏത് പ്രദേശത്താ? ഞങ്ങൾ മേപ്പാടി തന്നെയാണുള്ളത്. മേപ്പാടി തന്നെയാണ്. മേപ്പാടിയാണ്. ഈ ഏത് പ്രദേശത്തുള്ള ആളാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത്? പൊട്ടിയില്ലേ? പൊട്ടിയ അവിടെ മുണ്ടക്കൈയാണോ? മുണ്ടക്കൈയുള്ള തന്നെയാണ്. അപ്പോൾ അവിടെ അങ്ങനെ ഒരു സാധ്യത പറഞ്ഞോ? അവിടെ ഉള്ളവരൊക്കെ ഇങ്ങനെ ആവുന്ന ഒരു സാധ്യത പറഞ്ഞോ? സാധ്യത പറഞ്ഞിട്ടുണ്ടായിരുന്നു. പൊട്ടുന്നുള്ള ചെറിയ ഓഫറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ആർക്കും പെട്ടെന്ന് മാറാൻ പറ്റിയില്ല. രാത്രി ആയതുകൊണ്ട് 2 മണിയായതുകൊണ്ട് ആർക്കും മാറാൻ പറ്റിയില്ല. അപ്പോൾ ആ മൃതദേഹത്തിനായി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ രാവിലെ മുതലേ കാത്തിരിക്കുകയാണ്. അങ്ങനെ നീണ്ട നിര തന്നെ നമുക്ക് കാണാം. ഇത്തരത്തിൽ ഇവരൊക്കെ ഇങ്ങനെ തിരിച്ചറിയലിനായി എത്തിയതാണ്. നിലമ്പൂരിൽ നിന്നുള്ള മൃതദേഹങ്ങൾ ഇപ്പോൾ ആംബുലൻസ് ഓരോന്നായി എത്തിക്കൊണ്ടിരിക്കുന്നു. 38 ആംബുലൻസാണ് നിലമ്പൂരിൽ നിന്ന് പുറപ്പെട്ടതായി. 20 ആംബുലൻസ് 20 മൃതദേഹങ്ങളുമായി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പൂജ സൂചിപ്പിച്ചതിലേക്ക് തന്നെ വരാം. ഇവരുടെയൊക്കെ കണ്ണുകളിൽ നമ്മൾ കാണുന്നുണ്ട്, കണ്ണീർ പറ്റിയ മനുഷ്യരാണ്. കൂടുതലൊന്നും നമുക്ക് പറയാനില്ല ഇവരോട്. ഇവരുടെ ആ ഒരു മൗനത്തിലുണ്ട് ഈ ഒരു ദുരന്തത്തിൻ്റെ ആഴം, ദുരന്തത്തിൻ്റെ വ്യാപ്തി എത്രത്തോളമാണെന്ന് ഈ മനുഷ്യരെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകുന്നുണ്ട്. ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിലെ കാഴ്ച, ഓരോ മനുഷ്യരും ഓരോ അനുഭവങ്ങൾ പറയുമ്പോൾ അവർ വിങ്ങിപ്പൊട്ടുകയാണ്. അവരുടെ ഉറ്റവരെ ഓർത്ത് അവർക്ക് വാക്കുകൾ പൂർത്തീകരിക്കാൻ പറ്റാത്ത സ്ഥിതി തന്നെയാണ്. അവരോട് സംസാരിക്കുക എന്നുള്ളത് നമ്മുടെ നിയോഗമായി പോയി എന്നുള്ളത് ഏറ്റവും വേദനയാണ്. ഈ ഒരു സന്ദർഭത്തിൽ കൂടി നമുക്ക് അവരുടെ ഒരു അവസ്ഥ നമ്മൾ ഉൾക്കൊള്ളേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ഒരു നിയോഗം തന്നെയായിപ്പോയി പൂജ. എന്തായാലും അത്തരത്തിൽ കേരളം കണ്ട ഏറ്റവും വലിയ ഒരു പ്രകൃതി ദുരന്തങ്ങളിലൊന്ന്, അതിൻ്റെ ഒരു ആഘാതത്തിലുള്ള മനുഷ്യന്മാരെയാണ് നമ്മൾ കണ്ടുവരിക്കുന്നത്. ചുറ്റും ഈ ഒരു ഭാഗത്ത് ഈ മുണ്ടക്കൈയിലെ ആ ഒരു ദൃശ്യങ്ങളുടെ ഭീകരത, മറ്റ് ഇവരുടെ ആ മൗനത്തിൻ്റെയും ഇവരുടെ ഒരു കണ്ണീരിൻ്റെയും വ്യാപ്തി എന്നുള്ളത് തന്നെ മുണ്ടക്കൈ ദുരന്തത്തിൻ്റെ ആഴം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു പൂജ. തീർച്ചയായും. അവരോട് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഈ പോത്തുകല്ല് പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് ഇപ്പോൾ പോകുന്നത് എന്നതിനെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ? ഈ രാത്രി ആയതോടുകൂടി എങ്ങനെയായിരിക്കും അവിടുത്തെ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടോ? പോത്തുകല്ലിൽ നമുക്ക് ഓരോ മണിക്കൂറിലും അവിടെ നിന്നുള്ള അപ്ഡേറ്റ് കിട്ടിയിരുന്നു. കാരണം ഇന്നും അത്തരത്തിൽ മൃതദേഹങ്ങൾ കണ്ടെടുത്തിരുന്നു. ഇന്നലെ വരെ കണ്ടെത്തിയതാണ് 57 മൃതദേഹങ്ങൾ. ഇന്ന് രാവിലെയോടുകൂടി തന്നെ തിരച്ചിൽ വളരെ ദുഷ്കരമായ സാഹചര്യമാണ്. കാരണം കനത്ത മഴ തുടരുമ്പോൾ ചാലിയാറിൻ്റെ കുത്തൊഴുക്ക് നമുക്കറിയാം. ഈ കുത്തൊഴുക്കിൽ കൂടിയാണ് ഇത്രയും മൃതദേഹങ്ങൾ ഈ പോത്തുകൽ മേഖലയിൽ എത്തിയത്. അത്തരത്തിലൊരു ശക്തമായ കുത്തൊഴുക്കും അടിയൊഴുക്കും തുടരുന്ന സാഹചര്യമാണ് പുഴയിലുള്ളത്. അപ്പോൾ ഈ വോളണ്ടിയർമാരും സന്നദ്ധ സേനാ പ്രവർത്തകരും അഗ്നിരക്ഷാ അംഗങ്ങളും ഒക്കെ ചേർന്നുള്ള സംയുക്തമായുള്ള തിരച്ചിലാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ ഇപ്പോഴും ഒരു സമയം രാത്രി കടക്കുന്നതോടും തിരച്ചിൽ നിർത്തുകയാണ് ഇന്നലെ ചെയ്തത്. പിന്നീട് രാവിലെ തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. അത്തരത്തിൽ ഈ മരങ്ങളുടെ ഇടയിൽ ഒക്കെ കുടുങ്ങിക്കിടക്കുന്ന, ചളിയിൽ പൂണ്ടുപോയ അങ്ങനെയൊക്കെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത സാഹചര്യമുണ്ട്. അപ്പോൾ അത്തരത്തിൽ കൂടുതൽ സേനയൊക്കെ വിന്യസിച്ച്, കൂടുതൽ അംഗങ്ങളെയൊക്കെ വിന്യസിച്ചുള്ള തിരച്ചിൽ തന്നെയാണ് ഫോക്കസ് ചെയ്യുന്നത് എന്നുള്ളതാണ് മലപ്പുറം SP ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. പോത്തുകൽ മേഖലയിലെ വിവിധ ഭാഗങ്ങളിലായി മൃതദേഹം കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ കൂടുതൽ അവിടെ ആ ഭാഗത്ത് തെരച്ചിൽ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഇന്നത്തെ തെരച്ചിൽ ഏകദേശം അവസാനിപ്പിച്ചു എന്നാണ് നമ്മൾ കരുതുന്നത്. ഇന്നലെ ഈ ഒരു സമയത്തോടു കൂടി അവസാനിപ്പിച്ചിരുന്നു. നാളെ വീണ്ടും
പുനരാരംഭിക്കും. ശക്തമായ കുത്തൊഴുക്ക് ഒക്കെ അത്തരത്തിലുള്ളൊരു പ്രവർത്തനങ്ങൾക്ക് വെല്ലുവിളിയാണ്. എന്നാൽ പല കോണുകളിൽ നിന്നായൊക്കെ തീരത്ത് കരയ്ക്ക് അടിഞ്ഞ രീതിയിലൊക്കെ മൃതദേഹങ്ങൾ കിട്ടുന്നു എന്നുള്ളത് കൂടിയാണ് അവിടെ നിന്നുള്ള പോത്തുകലിൽ നിന്നുള്ളൊരു കാഴ്ച. പൂജ, രാവിലെ നിന്ന് പോലും നമ്മൾ കണ്ടതാണ്, പോത്തുകലിൽ പോലും ദൗത്യം വളരെ ദുഷ്കരമായിരുന്നു. രാത്രിയോട് കൂടി തന്നെ പ്രവർത്തനം മുന്നിലേക്ക് പോകുമോ ഇല്ലയോ എന്നുള്ളതിലൊരു സ്ഥിരീകരണം ഇനി ഉണ്ടാകേണ്ടതുണ്ട്. താൽക്കാലികമായി നിർത്തിയിരിക്കുന്നു എന്നുള്ള വിവരമാണ് ലഭിക്കുന്നത് എന്നാണ് അരുൺ പറയുന്നത്. മേപ്പാടിയിൽ നിന്നുള്ള ദൃശ്യങ്ങളിൽ നിന്ന് കാണാം, ഉറ്റവർ ആരെങ്കിലും അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇരിക്കുന്ന ജനങ്ങളാണ് അവിടെയുള്ളത്. പലരും പറയുന്നുണ്ട് കൂടെയുള്ളവരെയൊന്നും ഒപ്പം ആ ദുരന്തത്തിന് തൊട്ട് മുൻപ് തങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പോഴില്ല. അവർ എവിടെയാണ് എന്ന് പോലും അറിയാത്ത മനുഷ്യർ ഒരുപാട് പേരാണ് അവിടെ ഇരിക്കുന്നത്.